വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഗൈസ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ശരത്തേട്ടൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. അതെ, ചെറിയ പരിപാടിയുണ്ട്. ഇനി അവിടെ ശരത്തേട്ടനൊരു ഗിഫ്റ്റ് കൊടുക്കണം ഗൈസ്. ഗിഫ്റ്റ് ഇവിടെ. അതെ, ശരത്തേട്ടനാണ് നമ്മുടെ യൂട്യൂബിൻ്റെ കാര്യങ്ങൾക്കെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്തത്. സോ ചേട്ടന് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ് ഗൈസ്. ഇനിയിപ്പോൾ ചെന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ശരത്തേട്ടനുള്ള ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ കട മൊത്തം നിരങ്ങിയായിരുന്നു, ഓടി നടന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പർച്ചേസിങ് വ്ലോഗ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് പോയി കണ്ടിട്ട് വരൂ ഗൈസ്. ഓക്കെ, ശരത്തേട്ടനുള്ള ഡ്രസ്സും തപ്പി നമ്മൾ 3-4 കട കയറി ഇറങ്ങി കേട്ടോ. എന്തോ ഒന്നും അങ്ങോട്ട് മനസ്സിന് പിടിക്കുന്നുണ്ടായിരുന്നില്ലേ. അങ്ങനെ ദേ അവസാനം നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ശരത്തേട്ടൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. നമ്മൾ നടന്നാണ് പോകുന്നത്. കുറേ ദൂരം നടക്കാനുണ്ടെങ്കിലും നമ്മൾ 3 പേരും കൂടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞു പോകുമ്പോൾ ദൂരം ഞങ്ങൾക്കൊരു വിഷയമേ അല്ല. പോകുന്ന വഴിക്കാണ് നല്ല മനോഹരം ഒരു പാടം കണ്ടപ്പോൾ ഞങ്ങൾ 3 പേരും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് ഓർത്തു. പാടം കണ്ടപ്പോൾ ഇവൾമാർ ആക്രാന്തം പിടിച്ചോടി ഗൈസ്. പിന്നെ ഞാൻ കുറച്ച് പോസ്റ്റായിരുന്നു. അവസാനം ഞാൻ ഓടിച്ചെന്നു. നല്ല രസമാണ് കേട്ടോ പാടം വരുമ്പോഴത്തോടെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. പോരാഞ്ഞിട്ട് വൈകുന്നേരം സമയം കൂടെ ആയിരുന്നല്ലോ, നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ. പാടത്ത് നിന്നിട്ടാണ് സമയം പോയത് അറിഞ്ഞില്ല. നമ്മൾ വന്ന കാര്യത്തിൽ നമുക്കിനി പോകാം. ഇച്ചിരി കൂടെ നടക്കുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ മെയിൻ റോഡ് എത്തും. ചേട്ടനൊന്ന് വിളിക്കാൻ ഗൈസ്, വീട്ടിലുണ്ടോന്ന് അറിയണമല്ലോ. വിളിച്ചിട്ട് പോവാം. ഹലോ, വീട്ടിലുണ്ടോ ചേട്ടാ? ഹലോ, വീട്ടിലുണ്ടോ? ആ ശരി, എന്നൊക്കെ പറ്റി. തുറക്കുന്നില്ല ഗൈസ്, നമുക്ക് 3-4 വട്ടം ബെല്ലടിക്കാം. അടിച്ചു ശരത്തേട്ടൻ അകത്തുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കുറേ നേരം ബെല്ലടിച്ച്. പക്ഷേ ചേട്ടൻ അകത്തുനിന്നല്ല വന്ന, പുറത്തുനിന്നാണേ വന്നേ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയേ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.